ശാന്ത എന്ന ശാന്തകുമാരിയെ കവർച്ച ചെയ്യുന്നതിന് വേണ്ടി തലയ്ക്ക് ഹാമർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇതേ ഇവർ തന്നെ ഒരു ന്യൂമറിക്കലി പറഞ്ഞാൽ 14/1/2021 കോവളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ, മൈനർ വിക്ടിമിനെ ഇതേപോലെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി. ഇതിലുള്ള റഫീഖ്, ഷഫീഖ് എന്ന് തുടങ്ങിയ പ്രതികൾ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം പോക്സോ കോടതിയിലെ പ്രതികളാണ്. നിലവിൽ അവർ കസ്റ്റഡി പ്രതികളാണ്. വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിൽ സ്ത്രീ ഉൾപ്പെടെ 3 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു നെയ്യാറ്റിൻകര കോടതി. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത ശേഷം മൃതദേഹം ഒളിപ്പിച്ച പ്രതികൾക്കാണ് മരണശിക്ഷ വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി MM ബഷീറാണ് പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ശിക്ഷയിന്മേൽ തെളിവെടുപ്പും വാദം കേട്ടുമാണ് വിധി പറഞ്ഞത്. 1-ാം പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖ, 2-ാം പ്രതി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അല്ലമീൻ, 3-ാം പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ ഷെറീഫ് എന്നിവരെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം 120B, 342, 302, 201, 397 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു. അതിനായി പ്രതിയുടെ വസ്ത്രങ്ങൾ മറ്റും 2-ാം പ്രതിയുടെ പാലക്കാടുള്ള വീട്ടിലേക്ക് കൃത്യത്തിന് 2 ദിവസം മുൻകൂറായി മാറ്റിയിരുന്നു. വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. മകൻ ഹോട്ടൽ വ്യവസായിയും മകൾ ആന്ധ്രാപ്രദേശിലുമാണ് താമസിക്കുന്നത്. കുടുംബ വീട്ടിൽ ഭർത്താവിൻ്റെ ആൾത്തറയിൽ സ്ഥിരം വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞിരുന്ന ശാന്തകുമാരി എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ അണിയുക പതിവായിരുന്നു. 1-ാം പ്രതി റഫീഖ സൗഹൃദത്തിലേർപ്പെട്ട ശേഷം ശാന്തകുമാരിയെ കൃത്യദിവസം പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ വിളിച്ചു വരുത്തി തുണി കൊണ്ടുള്ള കുരുക്കുണ്ടാക്കി കഴുത്തു ഞെരിച്ച ശേഷം 1-ാം പ്രതി ഇരുമ്പ് ചുറ്റിക കൊണ്ട് ശാന്തകുമാരിയെ തലയ്ക്കടിച്ചും തുടർന്ന് 2-ാം പ്രതി അതേ ചുറ്റിക ഉപയോഗിച്ച് നെറ്റിയിലും തലയുടെ മറ്റു ഭാഗങ്ങളിലും അടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളായ ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റുള്ള സ്വർണ്ണമാല, 2 കൈകളിലും അണിഞ്ഞിരുന്ന വളകൾ, മോതിരം, മാട്ടിയോട് ചേർന്ന കമ്മലുകൾ എന്നിവ പ്രതികൾ കവർന്നെടുത്തു. മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്തെ ആസ്പെറ്റോസ് മേൽക്കൂരയ്ക്കും തട്ടിനുമിടയിൽ ഞെരുക്കി ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. ഈ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്കും ഒറ്റപ്പെട്ടും താമസിക്കുന്ന സാമൂഹ്യ സ്ഥിതികൾ പലയിടത്തും ഉണ്ട്. കാരണം മക്കള് പലരും പല ജീവിത ബാന്ധവകളിൽ പോകുമ്പോൾ ഇവർ വീടുകളിൽ തന്നെ ഒറ്റയ്ക്ക് കഴിയുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില സംഘങ്ങൾ കേരളത്തിലുണ്ട്. ഈ കേസിലെ റഫീഖ, ഷഫീഖ്, അല്ലമീൻ എന്നീ പ്രതികൾ കൃത്യം ഈ കേസിനാസ്പദമായി 14/1/2022 ഈ ശാന്ത എന്ന ശാന്തകുമാരിയെ കവർച്ച ചെയ്യുന്നതിന് വേണ്ടി തലയ്ക്ക് ഹാമർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇതേ ഇവർ തന്നെ ഒരു ന്യൂമറിക്കലി പറഞ്ഞാൽ 14/1/2021 കോവളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ, മൈനർ വിക്ടിമിനെ ഇതേപോലെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി. ഇതിലുള്ള റഫീഖ്, ഷഫീഖ് എന്ന് തുടങ്ങിയ പ്രതികൾ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം പോക്സോ കോടതിയിലെ പ്രതികളാണ്. നിലവിൽ അവർ കസ്റ്റഡി പ്രതികളാണ്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയുള്ള പോക്സോ കോടതി, മറ്റൊരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസുകളിലും ഇതിലെ പ്രതികളാണ്. വളരെ ഹീനമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. ഇവർ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സാണ്. വിധി നല്ലൊരു വിധിയാണ്. എൻ്റെ അമ്മ ഇതൊരു ദൈവവിശ്വാസിയായിരുന്നു, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അവർ സ്നേഹിച്ച് ഇത്രയും ക്രൂരമായ രീതിയിൽ ചെയ്തു കളഞ്ഞു. അതിന് നല്ലൊരു വിധി വന്നു. അതിന് എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗസ്ഥരെല്ലാം നല്ല രീതിയിൽ അതിൽ പ്രവർത്തിച്ചു. എല്ലാ പോലീസ് ഓഫീസേഴ്സും അതിനു വേണ്ടി ചെയ്തു. പ്രതികൾ 3 ചേർന്ന് അന്നേ ദിവസം തന്നെ 2 തവണയായി വിഴിഞ്ഞം അഞ്ജന ജുവലറിയിൽ കുറച്ചുഭാഗം സ്വർണം വിറ്റ് കാശാക്കി. തുടർന്ന് പ്രതികൾ തിരുവനന്തപുരം പവർ ഹൗസ് റോഡിൽ അമലാസ് റെസിഡൻസി ഹോട്ടലിൽ AC മുറിയെടുത്ത് താമസിച്ചു. രാത്രി തന്നെ തിരുവനന്തപുരത്തു നിന്നും തൃശൂർ പോകുന്ന ബസ്സിൽ കയറി യാത്രക്കാരായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായക തെളിവായി. സ്വർണ്ണാഭരണങ്ങൾ കുറേ ഭാഗം ജുവലറിയിൽ നിന്നും ബാക്കിയുള്ളവ പ്രതികളുടെ പക്കൽ നിന്നും വിഴിഞ്ഞം പോലീസ് കണ്ടെടുത്തു. പ്രതികൾ 3 1 വർഷം മുന്നേ കോവളം പോലീസ് സ്റ്റേഷനിലെ ക്രൈം കേസിൽ മൈനറായ ഒരു പെൺകുട്ടിയെ സമാന രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളാണ്. ഈ കേസിലെ 3-ാം പ്രതി ഷഫീഖ് മൈനറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. പ്രതികൾ 3 തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പോക്സോ കോടതികളിൽ കേസുകൾ നിലവിലുണ്ട്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം 34 സാക്ഷികളെ വിസ്തരിച്ചു. കേസിൽപ്പെട്ട 61 രേഖകളും 34 വസ്തുവകകളും കോടതിയിൽ ഹാജരാക്കി. പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A. അജികുമാർ കോടതിയിൽ ഹാജരായി. ടൈം ന്യൂസ്, തിരുവനന്തപുരം.
ചെയ്തു.